ദൃശ്യവിസ്മയമൊരുക്കി കലോത്സവ നഗരി. ഉദ്ഘാടനത്തിന്റെ ഭാഗമായുള്ള മംഗലംകളിയും ഭിന്നശേഷിക്കാരുടെ ചെണ്ടമേളവും വൈവിധ്യങ്ങളുടെ സംഗമഭൂമിയായി. മോഹിനിയാട്ടത്തോടെ തുടക്കം. പതിവ് പോലെ മോഹിനിമാരായി പ്രധാന വേദിയിലെ ആകർഷണം. സരസ്വതി പൂരപ്രതീതിയൊരുക്കി പഞ്ചവാദ്യം. വർണ്ണാഭമായ കാഴ്ചയായി സംഘനൃത്തം. മൃത്യുഞ്ജയനെ ഭജിച്ചു പതിയുടെ മൃതിദോഷം തീർക്കാൻ നിശ്ചയിച്ചു. സമകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളുമായി എത്തി ചാക്യാന്മാരും അർബനമുട്ടുമെല്ലാം വേദി കീഴടക്കി. മാതൃഭൂമി സ്റ്റാർ ഓഫ് ദ ഡേ പുരസ്കാരം കരസ്ഥമാക്കി ഷിൻസി. പോയിന്റ് നിലയിൽ ആദ്യ ദിനം കോഴിക്കോടാണ് മുന്നിൽ. ആതിഥേയരായ കൊല്ലവും തൊട്ടുപിന്നിലുണ്ട്. കലോത്സവ നഗരിയിൽ നിന്ന ടീം മാതൃഭൂമി ന്യൂസ്. കല്യാണ വീടുകളിൽ പാടിയും ഗാനമേളകളിലൊക്കെ പങ്കെടുത്തും പാട്ടിൻ്റെ വഴിയിൽ ജീവിക്കുന്ന ഷിൻസിക്ക് സംസ്ഥാന സ്കൂൾ കലോത്സവം ആദ്യത്തെ അനുഭവമാണ്. പൊതിച്ചോറുമായി അമ്മയ്ക്കും അച്ഛനുമൊപ്പം കൊല്ലത്തെത്തിയ ഷിൻസി എ ഗ്രേഡോടെ മടങ്ങുമ്പോൾ ആസ്വാദകർ സ്നേഹം കൊണ്ട് പൊതിയുകയാണ്. അങ്ങനെ മാതൃഭൂമിയുടെ സ്നേഹസമ്മാനവും ഷിൻസിയിലേക്ക് എത്തുന്നു. ഷിൻസി പൈങ്ങോട്ടൂർ സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ 10ാം ക്ലാസ്സുകാരി. കല്യാണ വീടുകളിൽ ഷിൻസിയെ കണ്ടിട്ടുള്ളവരുണ്ടാകും. ചെറിയ ഗാനമേളകളിലും ഈ ശബ്ദം കേട്ടിട്ടുണ്ടാകും. ഏത് ചടങ്ങിന് പാടാൻ വിളിച്ചാലും ഷിൻസി പോകും. കാരണം പാട്ട് ജീവനാണ്. കിട്ടുന്ന പ്രതിഫലത്തിലാണ് ജീവിതം. ഇപ്പോൾ ഗാനമേളയ്ക്ക് പോകാറുണ്ട്, അതുകൊണ്ട് തന്നെ ട്രൂപ്പിലുണ്ട്. അങ്ങനെ പിന്നെ പ്രോഗ്രാമൊക്കെ കല്യാണ പ്രോഗ്രാം അതുപോലെ തന്നെ ഒത്തിരി പ്രോഗ്രാമുണ്ട്. അതിനൊക്കെ നന്നായിട്ട് പോകുന്നു. ആ പേയ്മെന്റ് ഉണ്ട്, കുറെ കാശൊന്നുമില്ല. പൊതിച്ചോറ് കെട്ടി മകൾക്കൊപ്പം പുറപ്പെട്ടതാണ് അച്ഛൻ ഷിജുവും അമ്മ ജാൻസിയും. മകളുടെ പാട്ട് കഴിഞ്ഞ ശേഷമാണ് ഒരു പിടി ചോറുണ്ടത്. വയറും മനസ്സും നിറഞ്ഞ നിമിഷം. ദൂരമല്ലേ, ഇത്ര ദൂരം ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടാ വന്നെ. അപ്പൊ അതുകൊണ്ട് എന്നാൽ ചോറ് ഇലയിലെടുക്കാന്ന് വെച്ച് ഷിജുവേട്ടൻ വേഗം ചോറൊക്കെ കെട്ടിയെടുത്തു. അങ്ങനെ എല്ലാവർക്കുള്ള ചോറൊക്കെ എടുത്ത് ഇറങ്ങി. ഒരുപാട് പാടണം, വലിയ പാട്ടുകാരിയാവണം. അതന്നേ മനസ്സിൽ ഉറപ്പിച്ചതാണ്. ആ നാളാണ് സ്വപ്നം. ചിത്രാമ്മയുടെ പാട്ട് ഏറ്റവും ഇഷ്ടം. ചിത്രാമ്മയെ പോലെ ആകണം എന്നാണ് ആഗ്രഹം. നടത്തും ഞാൻ. ക്യാമറമാൻ മനോജ് പയ്യന്നൂരിനൊപ്പം ഇവി ഉണ്ണികൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.